ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നല്ല ക്രിസ്പിയായ തേനൂർന്ന ജിലേബി എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും എടുത്തിട്ടുണ്ട്. ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര എടുക്കുന്നതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റിയാണ് വെള്ളം എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പഞ്ചസാരയിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാല് ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുപോലെ പഞ്ചസാരയിലെ അഴുക്ക് മുഴുവൻ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 നുള്ള് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പിൻ്റെ പാകം എന്ന് പറയുമ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആണ്. പക്ഷെ നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഷുഗർ സിറപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി ജിലേബിയുടെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഞാൻ അധികം പുളി ഇല്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കണം. നമുക്ക് ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. താഴേക്ക് വീഴും ചെയ്യണം, എന്നാൽ വല്ലാതെ വെള്ളം പോലെ ആവും ചെയ്യരുത്. ഈ ജിലേബിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിക്നെസ് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ജിലേബി റെഡി ആവില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കാന്നുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് പകരം അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ജിലേബിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇതുപോലെയുള്ളൊരു സ്ക്വീസ് ബോട്ടിലേക്കോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്കോ മാറ്റാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ കിട്ടുന്ന പാലിൻ്റെ കവറിൽ വേണമെങ്കിലും നമുക്ക് ഈ മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി മാവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജിലേബിക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ചിട്ട് ഇതിനെ ടിപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ജിലേബി ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ ഒരു വൈഡായിട്ടുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ജിലേബി ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇതിൽ ആദ്യം ഒരെണ്ണം ചെയ്ത് നോക്കുക. മാവ് വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്പം മൈദ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അതുപോലെ മാവ് കുറച്ച് കൂടുതൽ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മാവ് കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ തീരെ ഷേപ്പ് കിട്ടൂല. അതുപോലെ തിക്നെസ് കൂടിപ്പോയാൽ ഉള്ള് വെന്ത് കിട്ടൂല. അപ്പോൾ മാവിൻ്റെ പാകം ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓവർ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ നമ്മളിത് കോരി മാറ്റണം. ഇപ്പോൾ ജിലേബിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.
എണ്ണയിൽ നിന്ന് മാറ്റിയ ഉടനെ ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പിൻ്റെ ചൂട് വല്ലാതെ കൂടാനും പാടില്ല, അതുപോലെ തണുത്തിരിക്കാനും പാടില്ല. വല്ലാതെ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജിലേബി സോഗിയായി പോവും. അതുപോലെ തീരെ ചൂടില്ലാതെ ഷുഗർ സിറപ്പിലേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ജിലേബിയിലേക്ക് ഈ സിറപ്പ് നന്നായിട്ട് പിടിക്കില്ല. തണുത്ത ഷുഗർ സിറപ്പാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ചൂടുള്ള ജിലേബി ഇതിലിട്ട് കൊടുക്കാം. ആകെ ഒരു 30 seconds to 1 minute മാത്രം ഈ ഷുഗർ സിറപ്പിൽ ഇത് ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ജിലേബിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല തേനൂറുന്ന ജിലേബിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.